ഇന്നത്തെ ബൈബിൾ വായനാ ഭാഗം അപ്പോസ്തല പ്രവർത്തികൾ 20:24. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. എഫെസോസ് പട്ടണത്തിലെ ശുശ്രൂഷയ്ക്ക് ശേഷം യെരുശലേമിലേക്ക് പോകുന്നതിന് മുമ്പായി സഭയിലെ മൂപ്പന്മാരെ മിലേത്തസിൽ വരുത്തി അവരോട് അപ്പോസ്തലനായ പൗലോസ് വിടവാങ്ങൽ സന്ദേശം നൽകുന്നു. ബന്ധനങ്ങളും കഷ്ടങ്ങളും അവിടെ തനിക്കായി കാത്തിരിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എങ്കിലും തൻ്റെ പ്രാണനെ വിലയേറിയതായി താൻ എണ്ണുന്നില്ല എന്ന് മാത്രമല്ല, കർത്താവായ യേശു തന്ന ശുശ്രൂഷ തികയ്ക്കണമെന്ന് താൻ ആഗ്രഹിക്കുന്നു. ദൈവസ്നേഹത്തിൽ നിന്നും ഒന്നും തന്നെ വേർപിരിക്കുവാൻ കഴിയുകയില്ല എന്ന് പൗലോസ് പ്രഖ്യാപിക്കുന്നു. ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയുകയാണ് പൗലോസിൻ്റെ ദൗത്യം. യഹൂദനാൽ തിരസ്കരിക്കപ്പെട്ട യേശുക്രിസ്തു നമ്മുടെ രക്ഷയ്ക്കായി ക്രൂശിൽ മരിച്ചു എന്നുള്ളതത്രേ ഈ സദ്വർത്തമാനം. ഇതിനെ രക്ഷയുടെ സുവിശേഷമെന്ന് പറയാം. കർത്താവിനോടും അവൻ്റെ കൃപയുടെ സന്ദേശത്തോടും വിശ്വസ്തനായിരിക്കുക എന്നതായിരുന്നു പൗലോസിൻ്റെ മുഖ്യ പരിഗണന. പ്രിയ ദൈവ പൈതലേ, നാം എല്ലാവരും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. നാം പ്രസംഗിക്കുന്ന സദ്വാർത്ത ദൈവകൃപയെ അടിസ്ഥാനമാക്കിയാണ്. നമുക്ക് അർഹതയില്ലാത്തത് ദൈവത്തിൽ നിന്നും സ്വീകരിക്കുന്നതാണ് കൃപ. പാപിക്ക് നരകത്തിൽ നിന്നും എന്നേക്കും രക്ഷപ്പെടുവാൻ കഴിയുകയില്ല. എന്നാൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ മാത്രം ദൈവകൃപ അത് സാധ്യമാക്കുന്നു. മത്തായി 6:21 പറയുന്നു, നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. ദൈവകൃപയുടെ സന്ദേശവും അതിൻ്റെ വിലയും നാം എത്രത്തോളം ഗ്രഹിക്കുന്നുവോ അത്രയധികം നമ്മുടെ ഹൃദയങ്ങൾ ഈ സന്ദേശത്തിൽ നിക്ഷിപ്തമാകും. കർത്താവ് നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കും.